പോലീസുകാരന്റെ കുത്തിരി പിടിച്ച് ഡീൻ കുര്യാക്കോസ്. കഴിഞ്ഞ ഒരു മാസമായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിരാഹാര സമരമടക്കമുള്ള സമരമുറകളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്നലെ അവർക്കെതിരെ പോലീസ് നടപടിയുണ്ടായി. അവരുടെ സമരപ്പന്തൽ പൊളിച്ചു. ഇന്നലെ വർഷകാല സമ്മേളനമായിരുന്നു പാർലമെന്റിലേക്ക് ഇന്നലെ CJPയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു സംഘം പാർലമെന്റിലേക്ക് മാർച്ച് തുടങ്ങിയ സമയം തന്നെ പോലീസ് ഇടപെട്ടു. അങ്ങനെ ലാത്തിച്ചാർജടക്കമുള്ള നടപടികൾ അവർക്കെതിരെ ഉണ്ടായി. ഇന്ന് അവരുടെ സമരം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത്. CJPയുടെ ആ മുദ്രാവാക്യം തന്നെ ഏറ്റെടുത്തുകൊണ്ട് CJPക്ക് പിന്തുണ എന്ന വ്യാജേന കോൺഗ്രസ് സത്യത്തിൽ ഈ ഒരു CJPയുടെ സമരത്തെ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം CJP എന്ന് പറയുന്ന പാർട്ടി തന്നെ ഇപ്പോൾ അപ്രത്യക്ഷമായി, അവർ കളത്തിലില്ല. അവരെ മാറ്റിക്കൊണ്ട് അവിടേക്ക് കോൺഗ്രസ് ഇടിച്ചു കയറിയിരിക്കുന്ന ഒരു മിന്നൽ പണിമുടക്കിലൂടെ, ഒരു മിന്നൽ രാഷ്ട്രീയ നീക്കത്തിലൂടെ CJPയുടെ ഈ ഒരു സമരത്തെ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ജൻസിയുടെ പിന്തുണ ആർജിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് കോൺഗ്രസ് പയറ്റുന്നത്. അതിനിടയിൽ നമ്മുടെ MP-മാർ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണല്ലോ, അതുകൊണ്ട് എല്ലാ MP-മാരുമുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ അവിടെ എത്തി, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ അവിടെ എത്തി. അങ്ങനെ കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള എല്ലാവരും തന്നെ അവിടെയുണ്ട്. അതിനിടയിലാണ് നമ്മുടെ MP ഡീൻ കുര്യാക്കോസിനെ അവിടുത്തെ പോലീസുകാർ, ഹിന്ദിക്കാരാണ്, അവർക്ക് ഭാഷ അറിയില്ല, ആരാണ് എന്താണെന്നും അറിയില്ല. ഡീൻ കുര്യാക്കോസ് അവിടെ കിടന്ന് ബഹളമുണ്ടാക്കിയപ്പോൾ ഡീൻ കുര്യാക്കോസിനെ ക്രൂരമായാണ് വലിച്ചിഴച്ച് പോലീസിന് ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോൾ ആരൊക്കെയോ കടന്ന് വിളിച്ചു പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ കേരളത്തിലെ MP ആണെന്ന് കിടന്ന് ആരൊക്കെയോ കടന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഹിന്ദിക്കാരായിട്ടുള്ള ആ പോലീസുകാർക്ക് എന്ത് MP, ആരെന്ത് ഡീൻ കുര്യാക്കോസ് എടുത്ത് ഒരൊറ്റ തള്ളാണ് ആ പോലീസിന്റെ വാഹനത്തിലേക്ക്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച അക്രമാസക്തനായി നിൽക്കുന്ന ഡീൻ കുര്യാക്കോസിനെയാണ്. ഒരു കോൺസ്റ്റബിളിന്റെ ഈ കഴുത്തിന് കൂട്ടിപ്പിടിച്ച് അങ്ങനെ വികാരം കൊണ്ട് നിൽക്കുന്ന, രോഷം കൊണ്ട് തിളയ്ക്കുന്ന ഡീൻ കുര്യാക്കോസിനെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിലേക്ക്. കോൺഗ്രസിന്റെ ഈ ഒരു അപ്രതീക്ഷിതമായ നീക്കത്തിൽ ഞെട്ടി നിൽക്കുകയാണ് BJP സർക്കാർ. കാരണം ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന് അവരറിഞ്ഞില്ല. ഇന്നലെ തന്നെ ഈ CJPയെ തുരത്തിയതോടുകൂടി വീണ്ടും CJP വരും, അവരെ തടയാനായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരുന്നു. കാരണം ഇന്റർനെറ്റ് വിച്ഛേദിച്ചു, അവിടുത്തെ മെട്രോ റെയിൽ ഗതാഗതം നിർത്തിവെച്ചു, ദൂരെ നിന്ന് ആർക്കും വരാത്ത രീതിയിൽ അവിടേക്കുള്ള ഗതാഗതം മുഴുവൻ, ജന്തർ മന്ദറിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി അടച്ചുകൊണ്ട് പോലീസ് CJPയെ അങ്ങനെ പൂട്ടിട്ട് നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ ആ ഒരു സമരത്തെ ഹൈജാക്ക് ചെയ്തത് എന്ന് തന്നെ കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം CJP ഇപ്പോൾ അപ്രസക്തമായിരിക്കുന്നു. ഇപ്പോൾ ടെലിവിഷൻ ചാനൽ തുറന്നാൽ, മാധ്യമങ്ങൾ തുറന്നാൽ അവിടെയെല്ലാം രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും VD സതീശനും DK ശിവകുമാറും കേരളത്തിലെ അടക്കമുള്ള കോൺഗ്രസിന്റെ MP-മാരെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരമൊരു നീക്കത്തിലൂടെ, അപ്രതീക്ഷിത നീക്കത്തിലൂടെ കോൺഗ്രസ് CJPയുടെ ഈ ഒരു സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് ദേശീയ മുഖ്യധാരയിലേക്ക് വന്നിരിക്കുന്നു. ഇതുവരെ നിഷ്പ്രഭമായിരുന്ന കോൺഗ്രസ്, രാഹുൽ ഗാന്ധി എവിടെ എന്നൊക്കെയായിരുന്നു BJPക്കാർ ഇതുവരെ കളിയാക്കി വിളിച്ചിരുന്നത്, അവരെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മുൻനിരയിലേക്ക് വരാനുള്ള ഒരു ചടുല നീക്കമായി മാറി ഈ ഒരു മിന്നൽ സമരം. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ട് മുഖ്യമന്ത്രിമാർ അവിടെ സമരം ചെയ്യുന്നുണ്ട്, VD സതീശനും DK ശിവകുമാറും. അതുകൊണ്ട് തന്നെ കേന്ദ്രം വളരെ പെട്ടെന്ന് ഈ ഒരു സമരത്തെ, അക്രമാസക്തമായ സമരത്തിലേക്ക് നയിക്കാതെ വളരെ തന്ത്രപൂർവ്വം അവിടേക്ക് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിനെ അയച്ചിരിക്കുകയാണ് ചർച്ചയ്ക്ക്. ജിതേന്ദ്ര സിംഗും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ ചർച്ച നടത്തുകയാണ്. സമാധാനപരമായി ഈ ഒരു പ്രതിഷേധ സമരം അവസാനിപ്പിക്കൂ എന്നുള്ള നിലപാടിലേക്ക് BJP സർക്കാർ അയഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ കാര്യങ്ങൾ പിടിവിട്ടു പോകും. രണ്ട് മുഖ്യമന്ത്രിമാരടക്കമുള്ളവർ സമരരംഗത്താണ്. രണ്ട് മുഖ്യമന്ത്രിമാരടക്കമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളടക്കമുള്ളവർ തെരുവിലാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വളരെ വലിയൊരു രാഷ്ട്രീയ
പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെയാണ് ഡീൻ കുര്യാക്കോസിന്റെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയോ പേർ പറഞ്ഞു അത് കേരളത്തിൽ നിന്നുള്ളൊരു MP ആണ്, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്, അദ്ദേഹം MP ആണെന്ന് പറഞ്ഞിട്ടൊന്നും അവർക്ക് അറിയില്ല. കാരണം ആ പോലീസുകാരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി CJPയുടെ പുറകെ അവർ ഊണും ഉറക്കവും ഒഴിച്ച് അവരെ ഒഴിപ്പിക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു. അവർക്ക് ഭക്ഷണമില്ല, കൃത്യമായ ഉറക്കമില്ല. അങ്ങനെ നിരന്തരമായ ഡ്യൂട്ടിയിൽ ആകെ കുഴഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു മിന്നൽ പണിമുടക്ക് വന്നത്. ആരുടെയും കുറ്റമല്ല, പോലീസുകാരും മനുഷ്യരാണല്ലോ. എത്രമാത്രം സമ്മർദ്ദമാണ് അവർക്കുണ്ടാകുന്നത്. ഈ 2 മുഖ്യമന്ത്രിമാരടക്കമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ അവിടേക്ക് കയറി വരുമ്പോൾ ഈ ഡീൻ കുര്യാക്കോസിനെ അവരെങ്ങനെ തിരിച്ചറിയും? അവർ 2-3 ദിവസമായി ഊണും ഉറക്കവും ഒഴിച്ച് അവിടെ സമരത്തിന്റെ പോർമുഖത്താണ്. 48 മണിക്കൂറിനകം 50ഓളം പോലീസുകാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. 18 പേർ ചികിത്സയിലാണ്. പോലീസുകാർ CRPF റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഒക്കെ തന്നെ പ്രശ്നം തന്നെയാണ്. അവർ ഈ ഉന്തും തള്ളുമായി അവരെ ആകെ കുഴഞ്ഞിരിക്കുന്നു. അവർ ശാരീരികമായി മാനസികമായി അവശരായി നിൽക്കുമ്പോഴാണ് ഈ ഡീൻ കുര്യാക്കോസിനെ പോലുള്ളവർ എടുത്തു ചാടി ഇവരുടെ മുന്നിലേക്ക് വരുന്നത്. അവരുടെ മുന്നിൽ ഇത് ഡീൻ കുര്യാക്കോസ് എന്നുള്ള ലേബലൊന്നുമില്ലല്ലോ, ഇത് കേരളത്തിലെ MP ആണെന്ന് അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്ര വന്ന ഉടൻ തന്നെ പിടിച്ച് അകത്തേക്ക് ഇടുന്നത്. അങ്ങനെ മന്ത്രി PC വിശ്വനാഥിനെയും ഒപ്പം പിടിച്ചിട്ടു. എന്തായാലും ഡീൻ കുര്യാക്കോസ് അദ്ദേഹത്തിന്റെ രോഷം മുഴുവൻ തീർത്തത് പോലീസിന്റെ ഈ ജീപ്പിനകത്താണ്. ഒരു പോലീസുകാരനെ, ഒരു പാവപ്പെട്ട പോലീസുകാരനെ കുത്തിനു പിടിച്ച് നിൽക്കുന്ന ഡീൻ കുര്യാക്കോസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.